ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ അധിവസിക്കുമ്പോൾ ആ വ്യക്തി ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മന്ദിരമായി മാറുന്നു എന്നുള്ള സന്ദേശം കേട്ടിരിക്കുമല്ലോ. സന്ദേശങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, എനിക്കെങ്ങും പോകേണ്ട ആവശ്യമില്ല എന്നൊരു ധാരണ അതിൻ്റെ അകത്ത് ഉണ്ടാകരുത്. കാരണം ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാനൊരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നാം ദൈവത്തിൻ്റെ മന്ദിരമായി തീരുമ്പോൾ തന്നെ പുതിയ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലൈഫാണ്. ആടുകൾ, ഇടയൻ, ഈ പദപ്രയോഗങ്ങളെല്ലാം ശ്രമിക്കുമ്പോൾ ഒരു കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധനയും കൂട്ടായ്മയും സഭായോഗങ്ങളും അതേ ദൈവത്തോടുള്ള വിശുദ്ധ കൂട്ടായ്മകളൊന്നും ഒഴിവാക്കാതെ ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ അനുഗ്രഹമാണ്. ദൈവം നമുക്കത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് പറ്റുന്നത് പോലെ പറ്റുന്ന സ്ഥലങ്ങളിൽ പറ്റുന്ന ഇടങ്ങളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള കൂട്ടായ്മകൾ കണ്ടെത്തുക. പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, എന്താണ് ദൈവശക്തി, ദൈവശക്തി എങ്ങനെയാണ് പ്രാപിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവശക്തിയെക്കുറിച്ച് എന്തെല്ലാം എഴുതിയിരിക്കുന്നു, ദൈവശക്തി നമ്മിൽ വന്നാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുമൂലം എന്തെല്ലാം ചെയ്തെടുക്കുവാൻ കഴിയും എന്നിത്യാദി കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ സഹായത്തോടെ നാം ചിന്തിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം സുപരിചിതമായ വാക്യമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ഹി വിൽ റിസീവ് പവർ, ശക്തി കിട്ടും എന്നുള്ളതാണ്. സൃഷ്ടിപ്പ് നമ്മൾ ചിന്തിച്ചു, വഴി നടത്തുന്നത് നമ്മൾ ചിന്തിച്ചു, മന്ദിരമാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് മറ്റൊരു വ്യത്യസ്തമായ വിഷയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ദൈവശക്തി ഒരു വ്യക്തിയിലേക്ക് പകരപ്പെടും. ദൈവശക്തി ഒരു വ്യക്തിയിലേക്ക് പകരപ്പെട്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? നിശ്ചയമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ എന്താണ് അതിലൂടെ മനസ്സിലാക്കി തരാനുള്ളത്? ഈ ചിന്തകളാണ്. ഇത് വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ്. എന്നാൽ ഒരു 2 എപ്പിസോഡ് കൊണ്ട് ഇത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളച്ചുകെട്ടലുകളില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യട്ടെ. ദൈവശക്തി എന്ന് പറയുന്ന ഒരു കാര്യം നാം ആദ്യം മനസ്സിലാക്കുക, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധാരണക്കാരായ മനുഷ്യരെ ദൈവം പ്രാപ്തരാക്കുന്നത് തൻ്റെ ശക്തിയാലാണ്. നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത, നമ്മളെ കൊണ്ട് കഴിയാത്ത, ഒരുപക്ഷെ പ്രതിബന്ധങ്ങളാകാം, തടസ്സങ്ങളാകാം, നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും അപ്പുറമുള്ള കാര്യങ്ങളാകാം. ഇതൊക്കെ ദൈവം സാധാരണക്കാരായ വ്യക്തികളെ തൻ്റെ നാമമഹത്വത്തിനായി, തൻ്റെ പദ്ധതിയുടെ ഭാഗമായി അവരെ ദൈവം ഉപയോഗിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുന്നത് ദൈവശക്തിയിലൂടെയാണ്. ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ റോള് വളരെ പരമപ്രധാനമാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമ പുതിയ ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നാം ഈ 2 എപ്പിസോഡുകളിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രവാചകനായ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. 40-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഓടും. Those who wait for the Lord shall renew their strength എന്നാണ്. തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ ദൈവം ആ വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുപോകും. കഴുകൻ ആകാശത്തിൽ പറക്കുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാമല്ലോ. കാക്ക പറക്കുന്ന പോലെയോ പ്രാവ് പറക്കുന്ന പോലെയോ ഒന്നുമല്ല. വളരെ വെയിറ്റുകൾ പോലും എടുത്തുകൊണ്ട് വളരെ ഉയരത്തിൽ ഒരുപാട് സമയങ്ങൾ നിൽക്കുവാൻ കഴിവുള്ള പക്ഷികളിൽ ഒന്നാണ് കഴുകൻ. ആ കഴുകനോട് താരതമ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, കഴുകൻ ചിറകടിച്ചു ഉയരുന്നത് പോലെ
നാം ഉയരങ്ങളിലേക്ക് കയറും. അപ്പം ആത്മീകമായ ഉന്നതികളിലേക്ക് നാം കയറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദൈവം നമുക്ക് നൽകി തരുന്നത് തൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ അതേ സ്ട്രെങ്ത് ഓഫ് ഗോഡാണ്, ദൈവശക്തിയാണ്. പഴയ നിയമത്തിലെ 2-3 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോയി 1-2 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കും. ഇത് കേൾക്കുമ്പോൾ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും മനസ്സിലാക്കാനും അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാനും ഏൽപ്പിച്ചു കൊടുക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കാണുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യഹോവ ഗിദെയോനോട് ഈ ബലത്തോടെ പോവുക എന്നാണ് പറയുന്നത്. ഒറ്റ സെന്റൻസ് ആണ്, ഈ ബലത്തോടെ പോവുക. എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ന്യായാധിപന്മാരുടെ പുസ്തകം വീട്ടിലിരുന്നൊന്ന് വായിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ മിദ്യാന്യർ എന്ന് പറയുന്ന ശത്രുക്കൾ ഇസ്രായേലിലേക്ക് വന്ന് അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കൃഷിവകകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. അവരുടെ ജീവിതത്തെ കയ്പിച്ചു, അവരുടെ ജീവിതത്തെ കഷ്ടതയിലാക്കി. സത്യത്തിൽ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദം ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇംപവറിഷ്ഡ് എന്നാണ്. പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ്. മനസ്സിലാക്കുക, ശത്രു എല്ലായ്പ്പോഴും വരുന്നത് ദാരിദ്ര്യത്തിലാക്കാനാണ്. ദൈവത്തെ അറിഞ്ഞാൽ സമ്പത്ത് കിട്ടും, അനുഗ്രഹം കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പഠിപ്പിക്കുന്നവരുണ്ട്. അത് ദൈവം തരും, ദൈവം തരും. ദൈവം തരുന്നതെല്ലാം ദൈവത്തിൻ്റെ നിറവിനനുസരിച്ചാണ്. അല്ലെങ്കിൽ ദൈവം തരുന്നത് ചെറുതായിട്ടല്ല. ദൈവം കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ തന്നെ നാം നോക്കിക്കൊള്ളുക. അത്ഭുതങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 12 കൊട്ട നിറച്ചെടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. 5000 പേരെ പോഷിപ്പിച്ചിട്ട് 12 കൊട്ട നിറച്ചെടുത്തെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു 10 ദിവസം കൂടെ കഴിക്കാനുള്ളത് ബാക്കിയുണ്ട്. ദൈവം നമുക്ക് ചെയ്യുമ്പോഴും തരുമ്പോഴും ദൈവം അങ്ങനെയാണ് തരുന്നത്. ദൈവത്തിന് ചെറിയ കൈയൊന്നുമില്ല. ദൈവം ഒരാളെ അനുഗ്രഹിച്ചാലും അങ്ങനെയാണ് തരുന്നത്. പോകട്ടെ. പക്ഷെ ഇവിടെ ദാരിദ്ര്യമാണ്. മനസ്സിലാക്കുക, ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന് ദാരിദ്ര്യം വിതയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദാരിദ്ര്യം വിതച്ച് ദാരിദ്ര്യത്തിലൂടെ പട്ടിണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗിദെയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്ഷീണിച്ച് തളർന്ന് പരാജയപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി ചില കാര്യങ്ങളൊക്കെ പറയുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കുറെ അദ്ദേഹത്തിന്റെ ആകുലതകളും വേദനകളും പറഞ്ഞപ്പോൾ പറയുന്നൊരു വാക്കാണ് ഈ ബലത്തോടെ പോവുക. ഗോ ഇൻ ദി സ്ട്രെങ്ത് എന്നാണ്. യഹോവ അവനെ നോക്കി, പിന്നീട് അവൻ പോയി എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളോ വലിയ വാഗ്ദത്തങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഈ ബലത്തോടെ പോവുക പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ബലം ഒരു നോട്ടത്തിൽ ഗിദെയോന്റെ മേൽ പകർന്നപ്പോൾ അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധാരണക്കാരനായി ഗിദെയോന് കഴിഞ്ഞു. എന്താണ് കാരണം? മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ദൈവശക്തി തൻ്റെ മേൽ വ്യാപരിച്ചു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് ദൈവശക്തി. രണ്ടാമത്തെ സംഭവം, പ്രവാചകനായ ഏലിയാവ്. രാജാക്കന്മാരുടെ പുസ്തകം അതേ 19-ാമത്തെ അധ്യായം നമുക്ക് സുപരിചിതമാണല്ലോ. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുടെ വാക്കിൽ അദ്ദേഹം തളർന്ന് ചൂരച്ചെടിയുടെ കീഴിൽ മരണം കാത്ത് എനിക്ക് ഇനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയുടെ അരികിൽ അപ്പവും വെള്ളവുമായി, അതേ ഒരു തുരുത്തി വെള്ളവും അതേ അപ്പവുമായി ദൈവത്തിന് സ്തോത്രം, യഹോവയുടെ ദൂതനവന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് തിന്നു കുടിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും അദ്ദേഹം യാത്ര ചെയ്തു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, 2 തുരുത്തി വെള്ളവും 2 അപ്പവും കൊണ്ട് 40 days and night. ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ഞാൻ വചനത്തെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് മനസ്സിലാകും. 40 ദിവസം കൊണ്ട് 40 രാവും 40 പകലും കൊണ്ട് അദ്ദേഹം നിർത്താതെ മറ്റു ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്തു എന്ന് നാം കേൾക്കുമ്പോൾ എങ്ങനെയാണ് സാധ്യമായത്? കേവലം കൊടുത്ത അപ്പത്തിൻ്റെ ശക്തി കൊണ്ടാണോ പോയത്? ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗം ബാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ ഞാനും നിങ്ങളും ഒക്കെ ആയിരിക്കും. നമ്മളൊക്കെ എന്തുമാത്രം ഇഡലിയും ദോശയും ചപ്പാത്തിയും ചോറും ഒക്കെ കഴിച്ചിട്ട് പോലും നമുക്ക് പലർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഈ 2 അപ്പം കൊണ്ട് അദ്ദേഹം ഇത്രയും ദിവസം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ
ആ അപ്പത്തിൻ്റെ ബലമല്ല, അതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ദൈവശക്തി എന്ന് പറയുന്നത് അസാധാരണമായ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തെടുപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം ആരാണ്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തടസ്സങ്ങളെ നീക്കിക്കളയുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. ക്ഷീണിച്ചിരിക്കുന്നിടത്ത് ബലം പകരുന്നതാണ്. തളർന്നിരിക്കുന്നവന് ഓടാൻ ബലം തരുന്നതാണ്. ജീവിതം വേണ്ട, എല്ലാം അവസാനിപ്പിച്ചേക്കാം എന്ന് ധരിക്കുന്നവനെ മുൻപോട്ട് കൈപിടിച്ച് നടത്തുന്നതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. ഈ ദൈവശക്തി ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പകരപ്പെടുന്ന ചില ആത്മീക മേഖലകളുണ്ട്. അതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞതെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികളിൽ തൻ്റെ ശിഷ്യന്മാരോടാണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ പോലെയുള്ളവർ സാധാരണക്കാരായ സ്ത്രീകളുടെ മുമ്പിൽ യേശുവിനെ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞവരും പ്രാഗിയവരുമാണ്. അവരൊക്കെ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നുവെന്ന് സധൈര്യം വിളിച്ചു പറയുവാനുള്ള ധൈര്യം ഇവർക്ക് വന്നത് പരിശുദ്ധാത്മശക്തി അവരുടെ മേൽ വ്യാപരിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമായി മാറുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ കടബാധ്യതകൾ മാറാനും രോഗം മാറാനും പ്രശ്നം മാറാനും ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രാർത്ഥനയിൽ നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പൗലോസിനെ പോലെയുള്ളവർ, പൗലോസിന്റെ 7-8 പ്രാർത്ഥനകൾ ഒരു വിഷയമാണ്. പിന്നീട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്ത് പ്രാർത്ഥിക്കണം? ചില തിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തലമുറകളെയൊക്കെ ദൈവശക്തി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. അതിനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ ദൈവശക്തി പ്രാപിക്കാൻ പറ്റും, എന്താണ് ദൈവശക്തി, ആ ദൈവശക്തി നമ്മിലൂടെ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദൈവശക്തി നമ്മിലുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുക. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ദൈവം എനിക്ക് ആ തിരിച്ചറിവ് തന്നത്. അത് നമ്മുടെ ശുശ്രൂഷയിലും നാം പോകുന്നിടത്തുമൊക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവശക്തിയെക്കുറിച്ച് തിരിച്ചറിയുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ചിലർക്ക് തിരുവെഴുത്ത് മാത്രം മതി. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ദൈവവചനം വേണ്ട എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വചനം ഏറ്റവും അധികം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ വചനത്തോടൊപ്പം ദൈവശക്തി ദൈവമക്കൾ തിരിച്ചറിയുക. ഒരു ക്രിസ്തു വിശ്വാസി മനസ്സിലാക്കുക, നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ ആത്മീക ജീവിതത്തിലും നാം നേരിടുന്ന പ്രതിസന്ധികളിലും മുന്നോട്ട് നമുക്കൊരു ചുവട് വെക്കുവാൻ കഴിയാത്ത സമയങ്ങളിലും ഈ ശക്തി നമ്മളെ കരം പിടിച്ച് നടത്തുന്നതാണ്. അതിനാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത്. നാം ദൈവത്തിൻ്റെ മന്ദിരമായി, വിശുദ്ധമായി നാം ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മന്ദിരമാക്കുവാൻ നമ്മളെ സഹായിക്കുകയാണ്. സത്യത്തിൻ്റെ പാതകളിൽ നമ്മളെ വഴി നടത്തുകയാണ്. ആവശ്യമുള്ളപ്പോൾ ബലഹീനതകളിൽ തുണനിന്ന് ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കി തീർക്കുകയാണ്. എങ്ങനെ ദൈവശക്തി പ്രാപിക്കാം? അതിനായി നാം എന്തെല്ലാം ചെയ്യണം? അതെ, വേദപുസ്തകത്തിൽ ദൈവശക്തി പ്രാപിച്ചവർ എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തിലുടനീളം ഞങ്ങൾ ദൈവശക്തിയെക്കുറിച്ച് വായിച്ചു. ആ ദൈവശക്തി എന്താണെന്ന് വചനത്തിലൂടെ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ നിത്യജീവിതത്തിൽ കർത്താവെ അത് ഉപയോഗിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ, ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായവും മാർഗനിർദ്ദേശവും ശക്തിയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പകരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.